നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറാണ് വിറ്റീഞ്ഞ എന്ന് പറഞ്ഞത് ലൂക്ക മോഡ്രിച്ചാണ്. അതിപ്പോഴൊന്നും അല്ല. യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലും ക്രൊയേഷ്യയും തമ്മിൽ കളിച്ച് കഴിഞ്ഞപ്പോഴാണ്, ആ കളിക്ക് ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഇപ്പോൾ PSG വേഴ്സസ് റയൽ കളിക്ക് ശേഷം അതിന് നന്ദിയും പറഞ്ഞു വിറ്റീഞ്ഞ തിരിച്ച്. വെറുതെ പറഞ്ഞതല്ല ലൂക്ക മോഡ്രിച്ച്. അല്ലെങ്കിൽ മോഡ്രിച്ചിനെ പോലെ കളി ഒരുപാട് കണ്ട് മാസ്മരിക പ്രകടനങ്ങൾ കളിക്കളത്തിൽ നടത്തിയ ഒരാൾക്ക് ആരാണിപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. വിറ്റീഞ്ഞ തന്നെയാണിപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് യാഥാർത്ഥ്യമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രകടനമാണ് വിറ്റീഞ്ഞ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റയൽ മാഡ്രിഡിനെതിരെ PSG ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ സെമി വിജയിച്ച് കയറുമ്പോൾ ആ കളിയിൽ ഏറ്റവും അധികം ടച്ചസ് നടത്തിയ കളിക്കാരൻ വിറ്റീഞ്ഞയാണ്, 121 എണ്ണം. ഏറ്റവും അധികം ആക്യുറേറ്റ് പാസുകൾ കൊടുത്തയാൾ വിറ്റീഞ്ഞയാണ്, 105 എണ്ണം. ഏറ്റവും അധികം ആക്യുറേറ്റ് ലോങ് ബോളുകൾ കൊടുത്തയാൾ വിറ്റീഞ്ഞയാണ്, 11 എണ്ണം. ഏറ്റവും അധികം ആക്യുറേറ്റ് ക്രോസസ് കൊടുത്തയാൾ വിറ്റീഞ്ഞയാണ്, 2 എണ്ണം. ഇനി മറ്റൊരു കണക്ക് കൂടി നമ്മൾ നോക്കുക. മോസ്റ്റ് ആക്യുറേറ്റ് പാസസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മൊത്തം എടുത്താൽ, ഈ ഒരു കളി മാത്രമാക്കണ്ട, മൊത്തം എടുക്കുക. ഏറ്റവും അധികം ആക്യുറേറ്റ് പാസ് കൊടുത്തത് വിറ്റീഞ്ഞ 621. രണ്ടാമത് അഷ്റഫ് ഹക്കീമി 398. മൂന്നാമത് വില്യൻ പാച്ചോ 342. 1, 2, 3 PSG താരങ്ങൾ തന്നെ. ഇനി മോസ്റ്റ് ആക്യുറേറ്റ് ലോങ് ബോളുകൾ ഒന്നാമത് വിറ്റീഞ്ഞ 65 എണ്ണം. 2 ബോനോയാണ് 40 എണ്ണം. 3 മാനുവൽ ന്യൂയറും ഓസ്കാർ ഉസ്റ്റാരിയുമാണ് 38 എണ്ണം. സോ വിറ്റീഞ്ഞ നമ്പർ 1 മിഡ്ഫീൽഡറാണെന്ന് മോഡ്രിച്ച് പറഞ്ഞതിൽ ഇനിയും നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ? വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.